ഹലോ അമ്മ. ആ ഞാനാകെ പെട്ടിരിക്കണമ്മ. എന്താണ് മോനെ? അവനാണെങ്കിൽ അവളെ തന്നെ മതി എന്നാ പറയണം. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? ഈ പിള്ളേര് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? മോനൊരു കാര്യം ചെയ്യും. മോൻ ആ തിരുവല്ലയിൽ ഇരിക്കണ ഗുണ്ടിജി സ്വാമീനെ ഒന്ന് പോയി കാണും. ആ സ്വാമീനെ കണ്ടിട്ട് അവളെ ഇതൊക്കെ അറിയാലോ, നാളും ഇതൊക്കെ അറിയാലോ, അതൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെ നാള് ചേരുമോ നോക്കാം. എന്നാലേ നടത്താൻ പറ്റുള്ളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണം അവനോട്. ഇത് ചേരൂലെന്നാണെങ്കിൽ ഇത് വിട്ടിട്ട് അവനോട് വേറെ പണി നോക്കിക്കോളാൻ പറഞ്ഞേക്കണം. അവരെപ്പോ അയാളൊക്കെ പോയി കാണ്. നല്ല സിദ്ധനാണ് പുള്ളി. എന്തെങ്കിലും ചേരാനുള്ള പോംവഴിയും പറഞ്ഞു തരും. നമ്മുടെ കുടുംബത്തിലേക്ക് വലത് കാലെടുത്ത് വെച്ച് വരാൻ പോണവളല്ലേ, വർക്കത്തുള്ളവളാണ് അല്ലേന്ന് അറിയണ്ടേ മോൻ? അല്ലാണ്ട് കുടുംബം നശിക്കാനായിട്ട് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് മോൻ? അവരെ പോയി കാണ്. നല്ല ജ്യോത്സ്യനാണ് അയാളെ പോയി കണ്ട് കാര്യം പറ, മോന്റെ വിഷമം പറ. അപ്പൊ അയാളൊരു വഴി പറയും കേട്ടാ. എന്നിട്ട് പോയി കണ്ടിട്ട് അമ്മേനെ വിളിക്കണം മോൻ. എന്നാ വൈകണ്ട മോൻ, ഇപ്പൊ തന്നെ ബസ് കയറിക്കോന്ന. ഗുണ്ടിജി ഇരിക്ക്. മ്ലാനത അത് തീരെ വേണ്ട. ഉള്ളിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. നാം എല്ലാം പരിഹരിച്ചു തരുന്നതാണ്. എന്താന്ന് വെച്ചാ പറയാ. ഞാനൊരു വല്ലാത്തൊരു ആശങ്കയിലാണ് ഗുണ്ടജ. സ്വാമിജി ഗുണ്ടജൻ സ്വാമിന്ന് വിളിച്ചാ മതി. നമ്മളെ കാര്യം പറയാ. എന്റെ മോനൊരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടത്തിലാണ്. അത് വേണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറെ നോക്കി. പക്ഷെ അവൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞ. പിന്നെ ജാതകം നോക്കിയിട്ട് കുടുംബത്തിൽ കൊണ്ടുവരാൻ പറ്റിയൊരു പെണ്ണാണെങ്കിൽ കൊണ്ടുവരാൻ നേരിച്ച് ഇവിടെ വന്നത്. സ്വാമിജി ഒന്ന് നോക്കി പറയണം. ഇതിനാണോ ഭക്ത നിന്റെ മുഖത്ത് ഇത്ര മ്ലാനത? അതിന്റെ ആവശ്യമില്ല ഭക്ത. ഈ കുണ്ടിജി സ്വാമിയെ കാണാൻ വന്നവരാരും ഇന്നവര് വിഷമിച്ച് ഈ പടി വിട്ടു പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ആ തലക്കുറി ഇങ്ങോട്ട് തരിക. രണ്ടുപേരെ അങ്ങോട്ട് ചേർത്ത് ഞാൻ കയ്യിലേക്ക് തരും. തരിക. ഗോകുൽ എന്നാണോ മകന്റെ പേര്? അതെ. നല്ല പേര്. മുഖം കണ്ടാലേ അറിയാം ആളൊരു കോഴിയാണല്ലേ. പെൺകുട്ടിയുടെ ഒന്ന് നോക്കട്ടെ നാം. ഇത് നമ്മുടെ കുങ്കിലിയല്ലേ? അതെ. എന്റെ മകളെ തന്നെ കിട്ടിയല്ലോ നിന്റെ മകനെ പ്രേമിക്കാൻ. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോവാ. സ്വാമിജിയുടെ മോളായിരുന്നല്ലേ, അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? പ്രശ്നമൊന്നുമില്ല. നാമിന് സമ്മതമാണ്. ഇപ്പഴാണ് സമാധാനമായി സ്വാമിജി. കുങ്കിലി കുങ്കിലി, നാമിന് ദക്ഷിണ ഫീസ് ഒന്നും വേണ്ട. അവളാ പിന്നാമ്പുറത്ത് ഉണ്ടാവും. കുങ്കിലീന്ന് വിളിച്ചാ മതി, അവള് വന്നോളും. കൊണ്ടുപോവാ. നാം ഒരച്ഛനാണ് അറിയാലോ. എനിക്കത് കാണാൻ വയ്യ. എന്റെ മകൾ ഇറങ്ങിപ്പോണോ എനിക്ക് കാണാൻ വയ്യ. പോവാ. പിന്നാമ്പുറത്തുണ്ടവള്. ശരി, സമാധാനമായി. കുങ്കിലി കുങ്കിലി പോയോ? എന്റെ ഭഗവാനെ, ഞാൻ അങ്ങയോട് ശിഷ്യപ്പെട്ടിരിക്കുന്നു. 10 വയസ്സ് ചെലവില്ലാതെ എന്റെ മകളെ ഞാൻ ഒരുത്തന്റെ കൂടെ കൈകോർത്ത് വിട്ടു. ഈ അച്ഛൻ ധന്യനായി ഭഗവാനെ, ധന്യനായി. സമാധാനം. ശ്രീധനവും വേണ്ട, കാശും വേണ്ട. ജോത്സ്യം കൊണ്ടുള്ള കൊണ്ടുപോയി. നെക്സ്റ്റ്. കുങ്കിലി കുങ്ക്. എന്നെ കൊണ്ടുപോവന്നാണ്. കുങ്കിലി ഗുണ്ടിച്ചു ചോദിച്ചു വന്നേക്കണം.